വാഴ 3 ഇനി പെൺകുട്ടികളുടെ കഥ പറയാൻ പോവാണ്. ബയോപിക് ഓഫ് ബില്യൺ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ജീവിതം മനസ്സിലാക്കാന്ന് കരുതിയുള്ള ആശ്വാസമോ സന്തോഷമോ ഒന്നുമല്ല അവിടെ കണ്ടത്. പ്യുവർ ഹെയ്റ്റ് ആണ്, അസൂയയാണ്, അണ്ടർ എസ്റ്റിമേഷൻ ആണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ത്രീകളെ കാണുന്നത് അമ്മയായിട്ട് കാണും. അമ്മ എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫിക്കേഷന്റെ പെരുന്നാളാണ്. പെങ്ങള്, കാമുകയുണ്ടാവും, ഭാര്യ ഉണ്ടാവും, മകളുണ്ടാവും. ഇങ്ങനെ റോളുകൾ കൊടുത്ത് മാത്രമേ നമ്മൾ സ്ത്രീകളെ കാണുന്നുള്ളൂ. സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത് അതൊക്കെ ഈ അടുത്ത കാലത്ത് മാത്രം സംഭവിച്ചു തുടങ്ങിയ മാറ്റമാണ്. അതിനെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു വലിയ സെറ്റ് ഓഫ് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പ്രണയവിലാസം എന്ന് പറയുന്ന സിനിമയിൽ എപ്പോഴും കാണുന്ന ഒരു അമ്മ ഫിഗറിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ യൗവനകാലം തീർത്തും ഡിഫറെന്റ് ആയിട്ടുള്ള, ആ മകന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന പോലത്തെ ഒരു ജീവിതമായിരുന്നു. നിങ്ങളുടെ ഒക്കെ അമ്മമാർക്ക് അത് ഉണ്ടാവുള്ളൂ. പക്ഷെ നീയൊക്കെ പുജിച്ചിട്ടിരിക്കുക. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയാണ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാതെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനപ്പുറത്തൊക്കെ അവർക്ക് ക്യാരക്ടറുണ്ട്, സ്വപ്നങ്ങളുണ്ട്, വീക്ഷണങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, നിങ്ങളോട് പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കൂല. കാരണം അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചുറ്റും ജീവിക്കുന്ന സ്ത്രീകളെ പോലും കണ്ടിട്ടില്ല എന്ന് വരുന്നൊരു സാഹചര്യത്തിൽ മാത്രം വരുന്നൊരു കമന്റാണ് ഇവളുമാർക്കൊക്കെ എന്ത് കഥ എന്നുള്ള ചോദ്യം. ആണുങ്ങളുടെ കഥ പറയുന്ന, ബില്യൺ ബോയ്സിന്റെ കഥ പറയുന്ന സിനിമയൊക്കെ ഇത്രയും വലിയ ഹിറ്റായി എന്ന് പറയുമ്പോൾ വാഴ 1 ഉം 2 ഉം വിജയിച്ചത് അത് ആണുങ്ങളുടെ കഥ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല. നന്നായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥ ഗംഭീരമായി എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുകയും ഓരോ ഇമോഷൻസിനെയും അവർ അത്രയും ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. അതിപ്പോ ആണുങ്ങളുടെ കഥ എന്ന് മാത്രം പറഞ്ഞാൽ അതിനെ ചുരുക്കേണ്ട കാര്യമില്ല. ആ റിസൾട്ട് നമുക്ക് ലോകയിൽ കാണാൻ പറ്റും. കുറെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ആണുങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് അത് ഹിറ്റായെന്നാണ്. അങ്ങനെ നോക്കിയാൽ ഈ കഴിഞ്ഞിടയ്ക്ക് 8 നിലയിൽ പൊട്ടി തകർന്നു പോയിട്ടുള്ള പടങ്ങളിലെല്ലാം ആണുങ്ങളുടെ കഥയാണ് പറഞ്ഞത്. എന്തായാലും വിപിൻ ദാസ് വാഴ സ്ത്രീയുമായി ഇനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഒരു 80s 90s മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ജെൻ ആൽഫയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത്രയും ജനറേഷനിലുള്ള പെൺകുട്ടികളുടെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുക. അതായത് ഇന്ന് കാണുന്ന സ്ത്രീകൾ നാളെ മാറുന്നു എന്ന് പറയുന്ന പോലെ അത്രയും വളരെ ഫാസ്റ്റ് പേസിലുള്ള ചേഞ്ചസ് ഈ ജനറേഷൻസിൽ ഉടനീളം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾ മാറുന്നു എന്നുള്ളതിനേക്കാൾ സ്ത്രീകൾ മാറ്റുന്നു എന്ന് പറയുന്നൊരു വലിയ മാറ്റം ഈ പറയുന്ന കാലഘട്ടത്തിൽ ഉടനീളം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ചിന്തകളാണെങ്കിലും സാഹിത്യമാണെങ്കിലും സിനിമകളാണെങ്കിലും വസ്ത്രധാരണമാണെങ്കിലും എല്ലാത്തിലും സ്ത്രീകൾ ഭീകരമായിട്ട് മാറുന്നുണ്ടെന്നേ. ഒരു 5 വർഷം മുമ്പ് നമ്മൾ കാണുന്ന, 2 വർഷം മുമ്പ് നമ്മൾ കാണുന്ന ഒരു പെൺകുട്ടിയല്ല നമ്മൾ ഇന്ന് കാണുന്നത്. അങ്ങനെയുള്ള മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു ജെൻഡറിനെയാണ് അവരോട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതിൽ എന്തുമാത്രം കഥകളുണ്ടാവും. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയാണ്. 90s ഒരു സ്ത്രീ തുടങ്ങി വെച്ച ഒരു കാര്യം ജെൻ സിയോ ജെൻ ആൽഫയോ എഫക്ട് ചെയ്യുന്നത് വളരെ വലിയൊരു സ്കെയിലാണ്. ഇവർക്ക് അല്ലെങ്കിൽ ആകെയുള്ള കുറച്ച് മൂഡ് സ്വിങ്സും പീരീഡ്സും ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇതിനപ്പുറത്ത് എന്താ ഉള്ളത് ഒരു പെണ്ണിന് എന്ന് ചോദിച്ചാൽ അറിവില്ലായ്മയാണ്, വിവരമില്ലായ്മയാണ്, ബുദ്ധിശൂന്യതയാണ്. അത് അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. വിപിൻ ദാസിനെ പോലെ ആ ഒരു ക്രൂ അവരിങ്ങനെ ഒരു സിനിമ പ്രഖ്യാപിക്കണമെങ്കിൽ തീർച്ചയായും പെണ്ണിനെ അറിയുന്ന, സ്ത്രീകളെ കുറച്ച് കാണാത്ത, മെയിലീഗോ അലങ്കാരമായി കൊണ്ടു നടക്കാത്ത ഒരു കൂട്ടം പുരുഷന്മാർ, പെണ്ണിന്റെ ആ ഒരു ജേർണിയെ റെസ്പെക്ട് ചെയ്യുന്ന പുരുഷന്മാർ പെണ്ണിന്റെ കഥ പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നറിയാനുള്ള ഒരു വലിയ ആകാംക്ഷയോടുകൂടി അത് ഏറ്റവും ഗംഭീരമായി വരട്ടെ എന്ന എല്ലാവിധ ആശംസകളോടും കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.